ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വൈകുന്നേരം 4 മണി ചായക്കൊക്കെ ബ്രെഡ് കൊണ്ട് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റാവുന്ന നല്ല അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ള ഒരു കിഡില സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഒരുപാട് ചേരുവകളുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിലും വെക്കാം. ഞാനിവിടെ മുട്ട വെച്ചുകൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഫില്ലിങ്ങാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, പുറംഭാഗമൊക്കെയാണെങ്കിലും നന്നായിട്ട് മുരിഞ്ഞ് എന്നാൽ ഉള്ളിലെ ഫില്ലിങ്ങിലാണെന്നുണ്ടെങ്കിലും ഒരുപാട് എരിവൊന്നുമില്ലാതെ എളുപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കഴിക്കാൻ നേരത്ത് ഒരുപാട് അങ്ങ് തണുത്ത് പോവാതെ ഒരു ചെറു ചൂടോടെ നമ്മുടെ ടൊമാറ്റോ സോസിൻ്റെയോ ചില്ലി സോസിൻ്റെയോ ഒക്കെ കൂടെ നല്ല ചൂട് ചായയോടൊപ്പം ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുക കേട്ടോ. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉള്ളിൽ വെക്കാനായിട്ട് ഒരു ഫില്ലിങ്ങിൻ്റെ മിക്സ് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ 3 മുട്ട പൊട്ടിച്ചത് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ മുട്ട ചിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒന്ന് പതുക്കെ ബീറ്റ് ചെയ്യില്ലേ, അതേപോലെ ബീറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഇനി റെഡിയാക്കാനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിലും കൂടി നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഓയിലും കൂടി നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ചേർക്കുന്നത് നമ്മുടെ ജീരകമാണ്. ചെറിയ ജീരകം ഉണ്ടല്ലോ, അതാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ തന്നെ കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. എരിവിന് വേണ്ടി ഒരു 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സവാള, മീഡിയം സൈസിൽ ഒരു സവാള പൊടിയായിട്ട് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു 1/2 ടീസ്പൂൺ എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പച്ചമണം നന്നായിട്ട് മാറാനായിട്ട് ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കണം. ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. നമ്മുടെ സവാള ഒരുപാട് അങ്ങ് മുരിഞ്ഞൊന്നും പോകണ്ട. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറിയിട്ട് ശരിക്കും ഇങ്ങ് വെന്ത് ഒന്ന് വാടി വരില്ലേ, അതേപോലെ ഇങ്ങ് വന്നാൽ മാത്രം മതി. കണ്ടോ, അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും മതിയാവും. ഈ സമയത്ത് കയ്യിൽ കുറച്ച് ക്യാപ്സിക്കം പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി ആണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ്. അതും പതുക്കെ ഒന്ന് വാടി വന്നപ്പോൾ ഇതിനകത്തേക്ക് പൊടികളായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും എരിവിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, ഏകദേശം ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ അത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ഗരം മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കണ്ടത് ഇപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി. ആ പൊടികളുടെയൊക്കെ പച്ചമണം പതുക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും അതേപോലെ തന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയിലയും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പതുക്കെ നമ്മൾ സാധാരണ മുട്ടയൊക്കെ ചിക്കി എടുക്കില്ലേ, അതേപോലെ ഇങ്ങ് ചിക്കി എടുത്താൽ മാത്രം മതിയാവും. കണ്ടോ, ഇതിപ്പോൾ റെഡിയായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ മുട്ടയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര എളുപ്പത്തിലുള്ള ഫില്ലിങ്ങാണ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പൊട്ടറ്റോടെ, അതായത് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വേവിച്ച് മസാലയൊക്കെ ചേർത്ത് ആ ഒരു ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും ഫില്ലിങ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മുട്ടയുടെ ആ ഒരു ഫില്ലിങ് എടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 6 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡെല്ലാം സൈഡൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഓരോ ബ്രെഡ് എടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല കനമുള്ള ബ്രെഡൊക്കെ തീരെ കനം കുറഞ്ഞ് നല്ല നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കണം നമ്മുടെ ചപ്പാത്തിക്കോൽ ഉപയോഗിച്ചുകൊണ്ട്. കണ്ടോ, നമുക്ക് എല്ലാ ബ്രെഡും ഇതേപോലെ പരത്തിയെടുക്കാം. ഇനിയിപ്പോൾ പുറംഭാഗം നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1/2 കപ്പ് മൈദ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരുപാട് കട്ടിയല്ല എന്നാൽ ഒരുപാട് ലൂസ് അല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ. ഇനിയിപ്പോൾ റെഡിയാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഓരോ ബ്രെഡ് എടുത്ത് അതിൻ്റെ നടുവിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബ്രെഡിൻ്റെ വലിപ്പം എത്രയുണ്ടോ അതിന് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ്ങും വെച്ച് കൊടുക്കാനായിട്ട്. അതായത് രണ്ടായിട്ടൊന്നും മടക്കണം, ആ ഒരു രീതി കണക്കാക്കിയിട്ട് വേണം വെച്ച് കൊടുക്കാനായിട്ട്. സൈഡിലൂടെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മൈദയുടെ മിക്സും കൂടി പതുക്കെ എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കുക. ഇതേപോലെ രണ്ടായിട്ട് മടക്കുമ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്, വിട്ടു പോരാതിരിക്കാൻ. കണ്ടോ, സൈഡൊക്കെ ആണെങ്കിൽ നന്നായിട്ട് ഒട്ടി അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കി എല്ലാ ബ്രെഡും ഫില്ല് ചെയ്ത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം.
അപ്പോൾ സൈഡൊന്നും ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഞാനിവിടെ ഒരു 7 ബ്രെഡ് സ്നാക്സിൻ്റെ രൂപത്തിലാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ മുട്ടയുടെ മിക്സിയിൽ നിന്ന് ഒരു 10 എണ്ണമെങ്കിലും നമുക്ക് കിട്ടും. ഞാനിവിടെ 7 എണ്ണം മാത്രമേ റെഡിയാക്കി എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഈ ബ്രെഡൊക്കെ നന്നായിട്ടൊന്ന് കൂട്ട് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ മൈദയുടെ മിക്സും അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലെക്സ് ഉണ്ടല്ലോ അത് പതുക്കെ കൈകൊണ്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഒരുപാടങ്ങ് പൊടിഞ്ഞു പോകരുത്, ജസ്റ്റ് ഒന്ന് പതുക്കെ പൊടിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസ് ആണെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ മൈദയുടെ മിക്സിലും ഒന്ന് മുക്കി അതേപോലെ തന്നെ നമ്മുടെ കോൺഫ്ലെക്സ് കൊണ്ട് പതുക്കെ ഒന്നങ്ങ് കവർ ചെയ്ത് നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടതാ നല്ല അടിപൊളിയായിട്ടാണ് വന്നിട്ടുണ്ട്. അപ്പോൾ പുറം ഭാഗത്ത് ആ ഒരു കവറിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും കാണാനാണെന്നുണ്ടെങ്കിലും കഴിക്കാനാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കേട്ടോ. ഇതാ ബാക്കി എല്ലാ സ്നാക്സും ഇതേപോലെ തന്നെ ഒന്ന് കോട്ട് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കുവാണ്. അങ്ങനെ നമ്മുടെ സ്നാക്സിൻ്റെ കോട്ടിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. നല്ല ചൂടായ എണ്ണയിലേക്കിട്ട് 2 വശം മുരിച്ച് റെഡിയാക്കി എടുത്താൽ മാത്രം മതിയാവും. ഇതാ എണ്ണയൊക്കെ ആണെങ്കിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ശരിക്കും ഓയിലൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലേക്കൊക്കെ മാറ്റി കൊടുക്കുക. അതിനുശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും ഇതേപോലെ ഓയിലിലേക്കിട്ട് നമുക്കങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലായിട്ട് എടുത്തിരിക്കുന്നത്. ഏത് ഫ്രൈ ചെയ്യാനാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് തന്നെയായിരിക്കും. ഇതാ ഒരു വശമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കഴിയുമ്പോൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ നമുക്ക് 2 വശം ഇതേപോലെ ഒട്ടും തന്നെ കരിഞ്ഞൊന്നും പോകാതെ ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഇതിങ്ങ് കോരിയെടുത്ത് മാറ്റി വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കി സ്നാക്സും പെട്ടെന്ന് ഓയിലിലിട്ട് ഇങ്ങ് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കണ്ടല്ലോ എത്ര സിമ്പിളായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഒരുപാട് പാടൊന്നുമില്ല. ഏറ്റവും എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് നിങ്ങൾക്ക് മുട്ടയുടെ ടേസ്റ്റൊന്നും ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ ചിക്കൻ്റെയോ ബീഫിൻ്റെയോ ഏത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ കയ്യിൽ കോൺഫ്ലെക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത് നമ്മുടെ ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുത്ത് നമ്മുടെ ഈ കോൺഫ്ലെക്സിന് പകരം ബ്രെഡ് ക്രംസ് യൂസ് ചെയ്താലും മതിയാവും. അപ്പോൾ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലെക്സ് യൂസ് ചെയ്യുക. കാണാനാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ കഴിക്കാനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചാൽ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. കണ്ടോ, ഉള്ളിൽ വെക്കുന്ന ആ ഫില്ലിങ്ങിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് എരിവൊന്നുമില്ലാതെ നമ്മുടെ ആ ക്യാപ്സിക്കത്തിൻ്റെയും മുട്ടയുടെയും അതേപോലെ തന്നെ കുരുമുളക് പൊടിയുടെയും ഒരു ടേസ്റ്റ് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വൈകുന്നേരം 4 മണി ചായക്കൊക്കെ ഏറ്റവും എളുപ്പത്തിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടെ തന്നെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ നല്ല അടിപൊളി വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുക. ബൈ.